പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് കടക്കുന്നതിന് മുൻപ് റെസ്ലിംഗ് ലോകത്ത് നിന്ന് നമുക്കിപ്പോൾ ലഭിച്ച ഒരു വിഷമകരമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. റെസ്ലിംഗ് ലെജൻഡ് എന്ന് അറിയപ്പെടുന്ന കെവിൻ സുള്ളിവൻ എന്ന് പറയുന്ന ഫോർമർ റെസ്ലർ മരണപ്പെട്ടിരിക്കുന്നു എന്നുള്ളൊരു വാർത്തയാണ് പങ്കുവെക്കാനുള്ളത്. WCWയിലൊക്കെ ഉണ്ടായിരുന്ന റെസ്ലറായിരുന്നു. 74 വയസ്സായിരുന്നു പ്രായം. വാർദ്ധക്യ സഹജമായിട്ടുള്ള അസുഖങ്ങൾ മൂലമാണ് മരണപ്പെട്ടത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അദ്ദേഹം റെസ്ലിംഗ് എന്ന് പറയുന്ന ഇൻഡസ്ട്രിക്ക് വേണ്ടി ഒട്ടനവധി സംഭാവനകൾ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണെന്നും കൂടി ട്രിപ്പിൾ എച്ച് മെൻഷൻ ചെയ്യുന്നതായി നമുക്ക് ലേറ്റസ്റ്റ് സോഷ്യൽ മീഡിയ പോസ്റ്റിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നേരെ നമ്മുടെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് കടക്കുകയാണെങ്കിൽ ആദ്യം പങ്കുവെക്കാനുള്ളത് ബാഷ് ഇൻ ബെർലിൻ എന്ന് പറയുന്ന WWE അടുത്ത പ്രീമിയം ലൈവ് ഇവൻറ്റിലേക്ക് കൺഫേം ചെയ്തിട്ടുള്ള ആദ്യ മത്സരം നിലവിലെ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ ഗന്ധർ റാൻഡി ഓർട്ടനെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്ന ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ വിജയസാധ്യത ആർക്കൊപ്പമാണ് എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. ബെറ്റ് ഓൺലൈൻ എന്ന് പറയുന്ന ഒരു ബെറ്റിംഗ് സൈറ്റ് നിലവിൽ പുറത്തേക്ക് വിടുന്ന അവരുടെ ഒരു അപ്ഡേറ്റ് അനുസരിച്ചാണെങ്കിൽ അവർ പറയുന്നത് ഗന്ധർ ടൈറ്റിൽ റിട്ടേൺ ചെയ്യാൻ സാധ്യത കൂടുതലെന്നാണ്. 96% വിജയ സാധ്യത ഗന്ധറിന് കൊടുക്കുന്നത്. അതായത് റാൻഡി ഓർട്ടന് ഒട്ടും വിജയ സാധ്യത ഇല്ല. അപ്പോൾ പലർക്കും റാൻഡി ഓർട്ടന് വിജയ സാധ്യത ഇല്ല എന്ന് പറയുമ്പോൾ അത് വിഷമപ്പെടുത്തുന്ന ഒരു അപ്ഡേറ്റ് ആണെങ്കിലും സത്യാവസ്ഥ ഇങ്ങനെയാണ്. ഗന്ധറിനെ ഒരു ടോപ്പ് ലെവൽ ചാമ്പ്യനാക്കി കാണിക്കാൻ വേണ്ടിയിട്ടാണ് തുടക്കത്തിലെ റാൻഡി ഓർട്ടനെ ഇട്ട് കൊടുക്കുന്നത്. റാൻഡി ഓർട്ടനെ സംബന്ധിച്ച് ഇത് ഒരു തരം താഴ്ത്തലായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കറക്റ്റ് WWE ഫോളോ ചെയ്യുന്ന ഒരു റെസ്ലിംഗ് ആരാധകനാണെങ്കിൽ അങ്ങനെ തോന്നില്ല. കാരണം റാൻഡി ഓർട്ടന് പ്രായമായി തുടങ്ങി. അപ്പോൾ പുതുമുഖ താരങ്ങൾ വരേണ്ട ഒരു സമയമാണ് നിലവിലുള്ളത്. അപ്പോൾ റാൻഡി ഓർട്ടൻ ഇങ്ങനെ പരാജയപ്പെടുന്നത് അത് WWE ഭാവിക്ക് വേണ്ടി ഗുണകരമായിട്ടുള്ള ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ റാൻഡി ഓർട്ടനെ അങ്ങനെ മനഃപൂർവ്വം തരം താഴ്ത്തി കാണിക്കുന്ന ഒരു പോയിന്റ് അല്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് ഗന്ധറിനാണ് ഈ ബാഷ് ഇൻ ബെർലിൻ എന്ന പ്രീമിയം ലൈവ് ഇവൻറ്റിൽ വിജയ സാധ്യത കൂടുതൽ എന്നാണ്. രണ്ടാമത്തെ അപ്ഡേറ്റായി പങ്കുവെക്കാനുള്ളത് ബോബി ലാഷ്ലിയെ സംബന്ധിച്ചാണ്. ബോബി ലാഷ്ലിയും WWE തമ്മിലുള്ള ആ ഒരു കോൺട്രാക്റ്റ് അവസാനിച്ചിരിക്കുന്നു. ആ ഒരു കോൺട്രാക്റ്റ് ഇനി ബോബി ലാഷ്ലി പുതുക്കില്ല എന്നുള്ളത് 101% ഉറപ്പായിരിക്കുന്നു. അപ്പോൾ ബോബി ലാഷ്ലിയുടെ അടുത്ത പ്ലാൻ എന്ത്? അതിനെ സംബന്ധിച്ച് ഫൈറ്റ്ഫുൾ സെലക്ട് നിലവിൽ റിപ്പോർട്ട് ചെയ്യുന്നത് അനുസരിച്ചാണെങ്കിൽ ജാപ്പനീസ് റെസ്ലിംഗ് കമ്പനികളിൽ നിന്ന് ബോബി ലാഷ്ലിക്ക് ചില കോൺട്രാക്റ്റ് അപ്ഡേറ്റ്സ് വരുന്നുണ്ടെന്നാണ് അവർ റിപ്പോർട്ട് ചെയ്യുന്നത്. ജപ്പാനിൽ പോയി മത്സരിക്കാൻ അല്ലെങ്കിൽ ബോബി ലാഷ്ലി ജപ്പാനിലേക്ക് എത്തിക്കാൻ വേണ്ടി ചില കമ്പനികൾ കരിക്കളം നീക്കുന്നുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ബോബി ലാഷ്ലി ഒന്നും വിട്ടുകൊടുക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇന്നലെ പങ്കുവച്ചിരുന്നു. ചില കാലുകൾ പിന്നോട്ട് വെക്കുന്നത് മുന്നോട്ട് കുതിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളൊരു രീതിയിലുള്ള ഒരു പോസ്റ്റൊക്കെയാണ് അദ്ദേഹം പങ്കുവച്ചത്. അപ്പോൾ താൻ ഇപ്പോൾ ചെറിയൊരു രീതിയിൽ പിറകോട്ട് നിൽക്കുന്നത് അത് വമ്പൻ കുതിച്ചു കയറ്റം നടത്തി മുന്നോട്ട് വരാൻ വേണ്ടിയിട്ടാണ് എന്ന് ബോബി ലാഷ്ലി പറയുന്നുണ്ടെങ്കിൽ അദ്ദേഹം റെസ്ലിംഗിൽ ഇനിയും ഉണ്ടാകും എന്നുള്ള ആ ഒരു അർത്ഥം കൂടി ആ ഒരു പോസ്റ്റിന് പിറകിലുണ്ട്. അപ്പോൾ ബോബി ലാഷ്ലി ചിലപ്പോൾ ന്യൂ ജപ്പാൻ പ്രോ റെസ്ലിംഗ് അല്ലെങ്കിൽ പ്രോ റെസ്ലിംഗ് നോഹ തുടങ്ങിയ കമ്പനികളിലേക്ക് പോകാൻ സാധ്യത കൂടുതലാണ്. അത്തരത്തിലുള്ള ഒരു അപ്ഡേറ്റ് നമുക്ക് വൈകാതെ പ്രതീക്ഷിക്കാം. അപ്പോൾ അവസാനമായി പങ്കുവെക്കാനുള്ള ഒരു അപ്ഡേറ്റ് ഒറിജിനൽ ട്രൈബൽ ചീഫായ റോമൻ റീൻസിനെ സംബന്ധിച്ചുള്ള ഒരു ബിഗ് അപ്ഡേറ്റ് ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ വെള്ളിയാഴ്ചയാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ശനിയാഴ്ച നാളെ നിങ്ങൾ ഈ റോമൻ റീൻസിൻ്റെ റിട്ടേൺ കാണാൻ പോകുകയാണ്. അതായത് സ്മാക്ക് ഡൗൺ എപ്പിസോഡിലേക്ക്. ഇനി അഥവാ നിങ്ങൾ ഇത് ശനിയാഴ്ചയോ ഞായറാഴ്ചയോ ആണ് ഈ ഒരു വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു അപ്ഡേറ്റ് അടുത്ത ആഴ്ച നടക്കാൻ പോകുന്ന സ്മാക്ക് ഡൗൺ എപ്പിസോഡിൽ, അതായത് ഓഗസ്റ്റ് 17 നടക്കാൻ പോകുന്ന സ്മാക്ക് ഡൗൺ എപ്പിസോഡിൽ റോമൻ റീൻസ് അപ്പിയർ ചെയ്യുന്നുണ്ടെന്നുള്ളത് ആ ഷോ നടക്കുന്ന എറീന അഡ്വർട്ടൈസ് ചെയ്ത് ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട്. അപ്പോൾ റോമൻ റീൻസ് തുടർച്ചയായിട്ടുള്ള 2 സ്മാക്ക് ഡൗൺ എപ്പിസോഡിൽ അപ്പിയർ ചെയ്യുന്നു എന്നുള്ളതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് റോമൻ റീൻസിൻ്റെ സ്റ്റോറി അവർ കൃത്യമായി സ്മാക്ക് ഡൗണിൽ കാണിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ റോമൻ റീൻസിൻ്റെ അപ്പിയറൻസ് നടത്തുന്നത് വെറുതെ ആയിരിക്കില്ല, അതിന് കൃത്യമായിട്ടുള്ള സ്റ്റോറി ഉണ്ടാകും. ആ സ്റ്റോറി ലൈൻ നിലവിലെ സോളോ സിക്കോവയുടെ ബ്ലഡ് ലൈനെതിരെ ആയിരിക്കും എന്നുള്ളതും ഏകദേശം ഉറപ്പായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ പങ്കുവെക്കാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.